എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 20-ാം തീയതി ഞങ്ങൾ പുല്ലഴിയിൽ നിന്നും ഒരു 4 അമ്പലം ദർശനം നടത്താനായിട്ട് പോയി. കാലത്ത് 3:30 ബസ്സിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ബസ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിയോട് കൂടി ബസ് അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു 4 മണിയോട് കൂടി ബസ്സിൽ കയറിയിരുന്ന് ഒരു ഉറക്കത്തിൻ്റെ ചെറിയൊരു ഉറക്കം, പലരും ഉറക്കത്തിലേക്ക് വീണു തുടങ്ങി. ബസ്സിലാണെങ്കിൽ വളരെ ഉച്ചത്തിലാണ് ഭക്തിഗാനങ്ങൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6:30 ആയപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടി ലളിത സഹസ്രനാമമൊക്കെ ചൊല്ലി. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണി 8:30 കൂടിയിട്ട് ആദ്യം തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്താണ് എത്തിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണ്. വളരെ ശാന്തമായ ഒരു സ്ഥലം. അധികം തിരക്കൊന്നുമില്ല അമ്പലത്തിൽ. ഒരു പഴയ അമ്പലമാണ്, വളരെ പഴയ ഒരു അമ്പലമാണ്. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മളവിടെ അമ്പലപ്പുഴയൊന്നും കാണുന്നില്ല. അവിടെ വലിയൊരു കുളമാണുള്ളത്. കുളത്തിൻ്റെ സൈഡിലാണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്. അമ്പലപ്പുഴ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവിടെ പുഴയല്ല ഉള്ളത്. അപ്പോൾ അവിടുത്തെ കൃഷ്ണൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ പാൽപ്പായസം, വളരെ പേര് കേട്ട പാൽപ്പായസമാണല്ലോ അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണിക്കണ്ണൻ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ വരുന്നുണ്ട് എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. നമുക്ക് പായസം ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ കുറേ നേരം ക്യൂവിലൊക്കെ നിന്ന് നോക്കി. അവിടെ വലിയ ഒരു കെട്ടിടം, ഇങ്ങനെ പണ്ട് രാജാക്കന്മാർ പണിതിട്ടുള്ള ആ ഒരു കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. കുറേ വലിയ കെട്ടിടങ്ങൾ, അതൊക്കെ ഇപ്പോഴും ആൾ താമസമൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അമ്പലമാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലം. അങ്ങനെ ഞങ്ങൾക്ക് പായസം കിട്ടുമോ എന്ന് കുറേ നേരം അവിടെ ശ്രമിച്ചു. പായസം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നിരാശയോടുകൂടി ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി അടുത്ത അമ്പലം ലക്ഷ്യമാക്കി പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് പായസം നോക്കിയത്. കാലത്ത് വന്ന് തൊഴുത് വീണ്ടും ഞങ്ങൾ വേറൊരു അമ്പലത്തിലോട്ട് പോയത്. ആ അമ്പലം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ചക്കുളത്തുകാവിൽ വേഗം തൊഴുത് വരുമ്പോൾ ശ്രീ വല്ലഭ ക്ഷേത്രം, അത് അവിടെ തൊഴാനുള്ളൊരു ഭാഗ്യമുണ്ട്. തിരുവല്ലയിലുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ക്ഷേത്രം, പഴയ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് പതിയെ ഇതിലിടുന്നുണ്ട്. ഞങ്ങൾ നിരാശയോട് കൂടി പോന്നു. പാൽപ്പായസം ഞങ്ങൾക്ക് കഴിക്കാൻ പിന്നെ വേറൊരു ചേച്ചി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ പാൽപ്പായസം ആദ്യമായിട്ട്, അമ്പലപ്പുഴ പാൽപ്പായസം ആദ്യമായിട്ടാണ് അന്ന് ഞാൻ കഴിച്ചത്. അങ്ങനെ മനോഹരമായ ആ ഒരു ക്ഷേത്രത്തിൽ കുറച്ച് വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഉച്ചശിവേലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊല്ലവർഷം 1545 ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്.
അച്ഛൻ്റെ മറ്റേ വീടാട്ടോ.